കോഴിക്കോടിന്റെ വടക്കു കിഴക്കൻ മണ്ണിന്റെ നിഷ്കളങ്കത നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നടുവണ്ണൂരിന്റെ വൈവിധ്യം തീർച്ചയായും നിങ്ങളെ ഞെട്ടിക്കും. പഴയ കുറുമ്പ്രനാട് താലൂക്കിന്റെയും ബ്രിട്ടീഷുകാരുടെയും ആസ്ഥാനമായിരുന്നു നടുവണ്ണൂർ. ഇവിടെ സ്വന്തമായി തൂക്കുകയറും ഹജൂർ കച്ചേരിയും രജിസ്ട്രാർ ഓഫീസും പോലീസ് സ്റ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു പോലും. കലയുടെയും കൈപ്പന്തിന്റെയും കാർഷിക സംസ്കൃതിയുടെയും മതമൈത്രിയുടെയും നാട്. കോഴിക്കോടിന്റെ നടുവിലുള്ള പ്രദേശമായതുകൊണ്ടാണ് നടുവണ്ണൂർ എന്ന പേര് വന്നതെന്നാണ് ഒരു കഥ. എന്നാൽ ഊര് തർക്കങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചിരുന്ന ആളുകളുള്ള സ്ഥലമായതുകൊണ്ടാണ് നടുവണ്ണൂർ എന്ന് മറ്റൊരു വിഭാഗം സാക്ഷ്യപ്പെടുത്തുന്നു. എന്തായാലും മലമ്പ്രദേശത്ത് നിന്നും സമതലങ്ങളിൽ നിന്നും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിലും വയലുകൾ കൊണ്ട് ചുറ്റപ്പെട്ട പ്രദേശം. മലബാറിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഫ്രാൻസിസ് ബുക്കാനൻ 3-ാം മൈസൂർ യുദ്ധത്തിനു ശേഷം നടുവണ്ണൂർ സന്ദർശിച്ചിട്ടുണ്ട്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ നടുവണ്ണൂർ ആഴ്ചച്ചന്തയെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു. 1912 വിക്ടോറിയ രാജ്ഞിയുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചതാണ് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടുത്തെ സിനിമാ പ്രേമികളെ കുളിരണിയിച്ച പ്രകാശ് തിയേറ്ററും ജ്യോതി തിയേറ്ററും ഇന്ന് വെറും ഓർമ്മ മാത്രം. നടുവണ്ണൂർ നന്ദാനശ്ശേരി ക്ഷേത്രത്തിന് സമീപത്തുള്ള വീട്ടിലാണ് ഇന്ദുലേഖ എഴുതിയ ഒ ചന്തുമേനോൻ ജനിച്ചത്. RMP നേതാവ് KK രമ നടുവണ്ണൂർക്കാരിയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ അലയൊളികൾ നടുവണ്ണൂരും ഉണ്ടായിരുന്നു. നന്ദാനശ്ശേരിയിലെ പരമേശ്വരൻ മൂസത്തും കൊച്ചുണ്ണി മൂസത്തുമാണ് നേതൃത്വം നൽകിയത്. സവർണർ മാത്രം ഉപയോഗിച്ചിരുന്ന അമ്പലക്കുളത്തിൽ ഹരിജൻ കുട്ടികളെ മുക്കി കുളിപ്പിച്ച് ഇവിടെ വിപ്ലവമുണ്ടാക്കി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി അനന്തൻ നായരുടെ നേതൃത്വത്തിൽ രജിസ്ട്രാർ ഓഫീസ് ചുട്ടുകരിക്കപ്പെട്ടു. കേളപ്പൻ ഇവിടെ നിത്യസന്ദർശകനായിരുന്നു. 1948 ആരംഭിച്ച ഗാന്ധി സ്മാരക വായനശാലയാണ് ഇവിടുത്തെ ആദ്യത്തെ വായനശാല. കലാമൂല്യമുള്ള സിനിമകൾ പ്രദർശിപ്പിക്കാൻ ഉപാസന ഫിലിം സൊസൈറ്റിയും ഉണ്ടായിരുന്നു. 300 വർഷം പഴക്കമുള്ള നരസിംഹസ്വാമി ക്ഷേത്രം ഈ നാടിന്റെ ഐശ്വര്യമാണ്. തങ്ങളുടേതായ മേഖലയിൽ കഴിവ് തെളിയിച്ച നിരവധി പ്രഗത്ഭർ ഇവിടെയുണ്ട്. നിങ്ങളുടെ ഓർമ്മകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.